തോട്ടം മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ശമ്പള വർധനവിലെ സർക്കാർ ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലേബർ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. അതിനൊരു കൂടിയാലോചന സമിതിയുണ്ട്. അത് പ്ലാന്റേഷനിലാണെങ്കിൽ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയാണ്, ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ലേബർ കമ്മിറ്റിയാണ്. മാനേജ്മെന്റും അതുപോലെ തൊഴിലാളി യൂണിയനുകളുമായി സംസാരിച്ചിട്ട് ഒരു വിധത്തിലും കാര്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒരു മിനിമം ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കും. ആ ശമ്പള പരിഷ്കരണത്തെ പരാതിയുള്ള ആളുകൾക്ക് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുശേഷമാണ് ഗവൺമെന്റ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ശമ്പളം കൊടുക്കുന്നത് സർക്കാരല്ല, അത് മാനേജ്മെന്റാണ്. സ്വാഭാവികമായും മാനേജ്മെന്റുകളിൽ ശമ്പളം കൂട്ടാതിരിക്കാൻ ശ്രമിക്കും. തൊഴിലാളികളെ കൊണ്ട് പരമാവധി ജോലി അയച്ച് ലാഭമുണ്ടാക്കി എന്നതാണ് എവിടെയും മാനേജ്മെന്റുകളുടെ സമീപനം. അതുകൊണ്ടാണ് കൂടിയാലോചന സമിതികൾ സ്റ്റാറ്റ്യൂട്ടറിയായി നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടെ ഒരു മന്ത്രി മൂന്നാമത്തെ യോഗത്തിലാണ്, ഒത്തിരി യോഗമൊന്നും നടന്നില്ല, വളരെ ഏകപക്ഷീയമായി 48 രൂപ മാത്രം ശമ്പളം പ്രഖ്യാപിച്ചു. 100 രൂപ ശമ്പള വർധന വേണമെന്ന് എല്ലാ യൂണിയനും ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, വളരെ സവിശേഷമായ ഒരു കാര്യം, ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന CPM-ന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായി CITU ആവശ്യം പറഞ്ഞത് 700 രൂപ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ 448. എല്ലാം കൂടി ആയാൽ 500 രൂപയായി. ആട്ടെ, 700 പറഞ്ഞവരിപ്പോ എവിടെയുണ്ട്? 700 പറഞ്ഞവരെവിടെയുണ്ട് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അവരെ കാണാൻ. തോട്ടം മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ശമ്പള വർധനവിലെ സർക്കാർ ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് HRP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പീരുമേട് ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. HRP യൂണിയൻ പ്രസിഡന്റ് സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു. HRP യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, PR അയ്യപ്പൻ, ഷാജഹാൻ മഠത്തിൽ, ജോൺ P തോമസ്, K വെള്ളതുരൈ, പാപ്പച്ചൻ വർക്കി, തോമസ് കുട്ടി പുള്ളാലിക്കൽ, KC സുകുമാരൻ, PA ബാബു, ശശിപിള്ള, KG രാജൻ, KA സിദ്ദിഖ്, മണിമേഖല, M ശേഖരൻ, P രാജൻ, KN നജീബ്, ആരോഗ്യരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.